ഇനിയിപ്പോൾ 5 മിനിറ്റ് മാത്രമാണ് നമസ്കാരത്തിലേക്ക് ചടങ്ങുകളിലേക്കൊക്കെ കടക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഫൈസൽ പറഞ്ഞതുപോലെ നമ്മുടെ കമന്റ് ബോക്സിലും ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്, ഈ പ്രവാസികളായിട്ടുള്ള പ്രേക്ഷകരാണ് കേട്ടോ. റെജി പറയുന്നുണ്ട്, UAE പ്രവാസകാലത്തെ കാലം ഓർമ്മ വരികയാണ്. ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒന്നിച്ചുള്ള നല്ല ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആഘോഷങ്ങളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു വേദി കൂടി ആയിരിക്കും അല്ലേ ഇന്നത്തെ ദിവസം? തീർച്ചയായും അമൃത, ശരിക്കും ഞാൻ 3 വർഷത്തിലേറെയായി ഇപ്പോൾ പ്രവാസ ലോകത്തുണ്ട്. പ്രവാസ ലോകത്തിന്റെ ഒരു പെരുന്നാളിന് ഒരല്പം പൊലിവ് കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വർഷം മുഴുവൻ ജോലിയിലും മറ്റ് തിരക്കുകളിലും എല്ലാം ആയിരിക്കുന്ന പ്രവാസികൾ പെരുന്നാൾ ദിവസം അതെല്ലാം പൂർണ്ണമായി മാറ്റിവെച്ച് ആഘോഷങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെ കാണുന്നതിനും കുടുംബ വീടുകളിൽ, നമുക്കറിയാം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി മലയാളി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. അവരെല്ലാം കുടുംബം ബന്ധം പുലർത്തുന്നതിനും അത് കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും എല്ലാം സമയം കണ്ടെത്തുന്ന ഒരു കാലം കൂടിയാണ്. മാത്രമല്ല ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷങ്ങൾക്ക് ഒരൽപ്പം പൊലിവ് കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ നിന്നാണെങ്കിലും UAE നിന്നാണെങ്കിലും ഒക്കെ സുഹൃത്തുക്കൾ കൂട്ടമായി ഖത്തറിലേക്ക് വരുന്ന ഒരു കാഴ്ചയുണ്ട്. ആ വെടിക്കെട്ട് കാണാനും അതോടൊപ്പം തന്നെ വിവിധ കേന്ദ്രങ്ങളിലുള്ള ആഘോഷ പരിപാടികൾ കാണുന്നതിനുമെല്ലാം നമുക്ക് അടുത്ത ദിവസം തന്നെ മാൾ ഓഫ് ഖത്തറിൽ സാംബ കാർണിവൽ എല്ലാം നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വർണ്ണാഭമായ കലാപരിപാടികളും എല്ലാം ആസ്വദിക്കുന്നതിന് വിവിധ GCC രാജ്യങ്ങളിൽ നിന്നടക്കം സുഹൃത്തുക്കൾ എല്ലാം കൊണ്ടുവരികയും ആഘോഷങ്ങളിൽ പങ്കുചേർക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് അല്പസമയത്തിനകം സൂര്യോദയത്തിന് ശേഷം തന്നെ പെട്ടെന്ന് ചൂടിലേക്ക് കടക്കുന്ന ഒരു കാലാവസ്ഥയാണ് ഖത്തറിലേത്. നേരത്തെ ചെറിയ പെരുന്നാൾ സമയത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, പെരുന്നാൾ നമസ്കാരാനന്തരം തന്നെ വിവിധ ആഘോഷ പരിപാടികളിലേക്കും മറ്റു കുട്ടികൾക്കായും കുടുംബങ്ങൾക്ക് വേണ്ടിയുമുള്ള വിവിധ മത്സരങ്ങളും എല്ലാം സംഘടിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ ബലിപെരുന്നാൾ ആകുമ്പോഴേക്ക് നമുക്കറിയാം ജൂൺ ഏറ്റവും ചൂടുള്ള ഒരു കാലഘട്ടമാണ്. ആ ചൂട് കാലഘട്ടത്തിലേക്ക് കടക്കുന്നതോടെ ഇത്തരം ആഘോഷ പരിപാടികളെല്ലാം രാത്രിയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഉച്ച സമയത്ത് കുടുംബങ്ങളിലേക്കും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളെയും എല്ലാം സന്ദർശിക്കുന്നതിനും അവർക്കൊപ്പം പാട്ടുപാടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ആഘോഷം കൂടുതൽ ബന്ധങ്ങളെല്ലാം ഊഷ്മളമാക്കുന്നതിനും ഉള്ള ഒരു സമയമായിട്ടാണ് പ്രവാസികൾ ഇതിനെ കാണുന്നത്.